1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. ഒരു കനൽ എരിഞ്ഞിറങ്ങുക. അതെ, കണ്ണന്റെ ഹൃദയത്തുടിപ്പാണ് പോയിരിക്കുന്ന. കണ്ണന്റെ മാത്രമല്ല, എന്റെ വീട്ടിലൊരു തിരിപ്പുണ്ട്, ഇവളുടെ അമ്മ. ഇവള് നല്ല നിലയിലായപ്പോഴേ ഇവളെ പോലെ തന്നെ അഹങ്കാരമായിരുന്നു ഇവളുടെ അമ്മയ്ക്കും. അതിനുള്ള തിരിച്ചടിയാ ഇപ്പൊ ഉണ്ടായ. കണ്ണനിപ്പോ തന്നെ അറിയിക്കേണ്ടവരൊക്കെ വിവരം അറിയിച്ചാണ് പോലീസിനെ. അവൻ ആരെ വേണമെങ്കിലും അറിയിക്കട്ടാ. ഇപ്പഴെനിക്ക് ആത്മവിശ്വാസം ഡബിളാ. എനിക്കും അങ്ങനെ തന്നെയാ. എന്റെ കല്യാണത്തിന് കണ്ണം പങ്കെടുക്കാതിരുന്നപ്പോഴേ ഞാൻ കുറിച്ചിട്ടതാ, ഞങ്ങളുടെ കുടുംബങ്ങളെ തകർക്കാനായിട്ട് കടന്നു വന്നവളെ കത്തിക്കൂന്ന്. ഇനിയിപ്പത് എല്ലാരും അറിയിക്കണ്ടേ? എന്റെ മോൾക്കും ഉണ്ണിമോനും ഒക്കെ ഇത് അറിയുമ്പോഴേ എന്തൊരു സന്തോഷമായിരിക്കുന്നോ. അവർക്ക് മാത്രമല്ല, എന്റെ വീട്ടിലുണ്ട് ഈ വാർത്ത കേട്ട് സന്തോഷിക്കാനായിട്ട് ഒരുപാട് ആൾക്കാര്. പക്ഷേ അത് ഫോണിലൂടെ ഒന്നും വേണ്ട, നേരിട്ട് പറഞ്ഞാ മതി. ഇനി ഒരുത്തനെയും കൂടെ ഇതുപോലെ ഇവൾക്ക് പിന്നാലെ പറഞ്ഞയക്കണോ മക്കളെ, ആ മാർക്കോയെ. അവനെ എന്നെയും നിന്റെ അച്ഛനെയും തല്ലി ചതച്ചവനാ. അതുകൊണ്ട് അവനെ കൊന്നിട്ടല്ല കത്തിക്കേണ്ടത്, ജീവനോട് കത്തിക്കണം അവനെ. ഇപ്പൊ പോയമാരെ മിടുക്കന്മാരാ. അവന്മാർക്ക് തന്നെ നമുക്ക് കൊട്ടേഷൻ കൊടുക്കാങ്ങളെ. ശരി, എല്ലാം നീ ഏർപ്പാടാക്കിക്കോ. പണം മുടക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പിന്നെ ആ പോയവന്മാരെ ഇടയ്ക്കിടയ്ക്കൊന്ന് വിളിച്ചിട്ടേ ഒന്ന് സന്തോഷിപ്പിച്ചേക്കണം. കേസും വഴക്കും ഒക്കെ നടക്കുമ്പോ അവന്മാർ അറസ്റ്റിലായ ഒരു കാരണവശാലും നടന്നതൊന്നും പറയാൻ പാടില്ല. അതൊന്നും പറയത്തില്ല ഞങ്ങളെ. ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥതയുള്ളവന്മാരാ. പിന്നെ ഗുണ്ടകളാ, എപ്പോഴാ അവന്മാരുടെ മനസ്സ് മാറുന്നൊന്നും പറയാൻ പറ്റില്ല. അയ്യോ ലക്ഷ്മി മോളെ, മഹാലക്ഷ്മി സ്വാഹ.